വെൽക്കം ടു സൈലം IAS. അപ്പോൾ എക്കണോമിക്സിൻ്റെ ബേസിക് കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ സീരീസിൻ്റെ 4ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു എക്കണോമിയിലെ സെൻട്രൽ പ്രോബ്ലംസിനെ പറ്റിയാണ്. അപ്പോൾ ഈ സെൻട്രൽ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യുന്നത് ആരാണ്, സെൻട്രൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരു എക്കണോമിയിൽ പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കുന്ന ആരാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എക്കണോമീസിനെ നമുക്ക് എന്ത് ചെയ്യാം, 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ്, മിക്സഡ് എക്കണോമി നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നു. അപ്പോൾ നമുക്കിവിടെ എന്താണ് ക്യാപിറ്റലിസ്റ്റ്, എന്താണ് സോഷ്യലിസ്റ്റ്, എന്താണ് മിക്സഡ് എക്കണോമി എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, ക്യാപിറ്റലിസ്റ്റ് മലയാളത്തിൽ അതിന് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ കാര്യങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത്, അവിടെ ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത് പ്രൈവറ്റ് എന്റർപ്രൈസുകളാണ്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ അവിടെ കാര്യങ്ങളെല്ലാം തീരുമാനം എടുക്കുന്നത് മാർക്കറ്റ് ആണെന്ന് പറയാം. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിമാൻഡും സപ്ലൈയും, ജനങ്ങൾ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അപ്പോൾ ആ ഡിമാൻഡിനനുസരിച്ച് സാധനങ്ങൾ മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രൈവറ്റ് എന്റർപ്രൈസുകൾ, സ്വകാര്യ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നില്ലേ. കാരണം ജനങ്ങൾ ആവശ്യപ്പെടുന്ന സാധനം മാർക്കറ്റിൽ എത്തിച്ചാൽ മാത്രമേ അവർ സാധനങ്ങൾ മേടിക്കത്തുള്ളൂ, ഈ പറയുന്ന കമ്പനികൾക്ക് ലാഭം കിട്ടത്തുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊരു പ്രൈവറ്റ് സ്ഥാപനം, ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ ഉള്ളത്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ അവിടെ കൊണ്ടുവരത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിറ്റ് പോകണം, അത് വിറ്റ് പോയാൽ മാത്രമേ ആ പറയുന്ന കമ്പനിക്ക്, ആ സൂപ്പർ മാർക്കറ്റിന് ലാഭം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങളാണ് മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത് അല്ലേ. മാർക്കറ്റ് മെക്കാനിസം എങ്ങനെയാണ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്, ജനങ്ങളുടെ ഡിമാൻഡിനനുസരിച്ച് സാധനങ്ങൾ സപ്ലൈ ചെയ്യാം. അപ്പോൾ മാർക്കറ്റാണ് ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈവറ്റ് കമ്പനികൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ജനങ്ങൾ എന്താവശ്യപ്പെടുന്നു അതിനനുസരിച്ച് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ മാർക്കറ്റിലോട്ട് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ടാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിനെ പ്രൈവറ്റ് എന്റർപ്രൈസ് സിസ്റ്റം എന്ന് പറയുന്നത്. പ്രൈവറ്റ് എന്റർപ്രൈസ് സിസ്റ്റം, പ്രൈവറ്റ് എന്റർപ്രൈസുകൾ അവിടെ കൂടുതൽ പ്രവർത്തിക്കുന്നത്. അവിടെ എന്താണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് ഇല്ല എന്നുള്ളതാണ്. അവിടെ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇല്ല, ഗവൺമെന്റ് അവിടെ എന്ത് ചെയ്യില്ല, ഇടപെടില്ല. ഈ ഒരു എക്കണോമിയിൽ ഗവൺമെന്റ് ഇടപെടാറില്ല. പ്രൈസ് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ, പ്രൈസ് റെഗുലേറ്റ് ചെയ്യുന്ന കാര്യത്തിലൊന്നും തന്നെ, ഗുഡ്സ് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ ഗവൺമെന്റ് ഇടപെടാറില്ല, മാർക്കറ്റാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഫ്രീ എന്റർപ്രൈസ് സിസ്റ്റം എന്ന് പറയാറുണ്ട്. ഫ്രീ എന്റർപ്രൈസ് കാരണം എന്ന് വെച്ചാൽ അവിടെ എന്തുണ്ട്, ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്. ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള ഫ്രീഡം ഓഫ് ചോയ്സ് പറയാം. ഒന്ന്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഫ്രീഡം ഓഫ് ചോയ്സ്, കമ്പനികൾക്ക് എനിക്ക് ഇഷ്ടമുള്ള സാധനം ചൂസ് ചെയ്യാം പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ. അതുപോലെ ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ ചെന്ന് ചൂസ് ചെയ്യാം. അവിടെ ഗവൺമെന്റ് പറയില്ല നിങ്ങൾ ഇന്ന സാധനമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന സാധനമേ നിങ്ങൾ വാങ്ങാൻ പാടുള്ളൂ എന്ന് ഗവൺമെന്റ് അവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നും വച്ചിട്ടില്ല. അവിടെ നിങ്ങൾക്ക് എന്തുണ്ട്, ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്, അവിടെ ഗവൺമെന്റ് ഇടപെടുന്നില്ല. അതുകൊണ്ട് ഒരു ഫ്രീ എന്റർപ്രൈസ് സിസ്റ്റമാണ് ഇതെന്ന് പറയാം. ഈ ഓഫ് കോഴ്സ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, മാർക്കറ്റാണ് അവിടെ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയെ നമുക്ക് മാർക്കറ്റ് എക്കണോമി എന്ന് പറയാം, മാർക്കറ്റ് എക്കണോമി. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്. മനസ്സിലായല്ലോ, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് എവിടെയുണ്ട്, മാർക്കറ്റ് എക്കണോമിയിലുണ്ട്. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടുത്തെ സ്ഥാപനങ്ങൾ, ഇവിടെ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ, അവരുടെ എല്ലാം തന്നെ ലക്ഷ്യം എന്താണ്, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രോഫിറ്റ് മോട്ടീവ്, മനസ്സിലായല്ലോ, പ്രോഫിറ്റ് മോട്ടീവ്. ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ, സ്വകാര്യ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്, പ്രോഫിറ്റ് മോട്ടീവാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇക്വാലിറ്റി എന്ന് പറയുന്നൊരു സംഗതി നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താ, പൈസ ഉള്ളവന് കടയിൽ ചെന്ന് സാധനം മേടിക്കാം, പൈസ ഇല്ലാത്തവന് ഒന്നും കിട്ടത്തില്ല അല്ലേ. അവിടെ ഈ പറയുന്ന പോലെ ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനം ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ വർക്കാകില്ല. ഇവിടെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യില്ല, റെഗുലേറ്റ് ചെയ്യാൻ ഗവൺമെന്റ് ഒന്നും തന്നെ ഇല്ല. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ലാഭം കിട്ടുന്ന ആൾക്കാർക്ക് ഒരു സാധനങ്ങൾ വിൽക്കും. പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ പ്രോഫിറ്റ് മോട്ടീവാണ്. അതുകൊണ്ട് തന്നെ നോ ഇക്വാലിറ്റി, സമത്വം എന്ന് പറയുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റത്തില്ല. അവിടെ എന്തുണ്ട്, പക്ഷേ ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്. മനസ്സിലായാലും അവിടെ കോമ്പറ്റീഷൻ നിലനിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ മാർക്കറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഡിസിഷൻ ഓഫ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ മച്ച് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് പ്രൈസ് ടു സെൽ, ഇതെല്ലാം തന്നെ പ്രൈവറ്റ് എന്റർപ്രൈസ്, മാർക്കറ്റിലെ സ്വകാര്യ സ്ഥാപനങ്ങളാണ് തീരുമാനിക്കുന്നത്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അതുപോലെ തന്നെ
എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നെല്ലാം തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഈ US, UK, കാനഡ ഇവരെല്ലാം നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമികൾ എന്ന് പറയാറുണ്ട് അല്ലേ. ഇവരെല്ലാം നമ്മൾ മാർക്കറ്റ് എക്കണോമികൾ എന്ന് പറയാറുണ്ട്, ഫ്രീ എക്കണോമികൾ എന്ന് നമ്മൾ പറയാറുണ്ട്, ഫ്രീ എന്റർപ്രൈസ് സിസ്റ്റം. കാരണം ഇവിടെ ഗവൺമെന്റ് ഇന്റർവെൻഷൻ വളരെ കുറവാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. സോഷ്യലിസ്റ്റ് എക്കണോമി, സോഷ്യലിസ്റ്റ് ഐഡിയ, സോഷ്യലിസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എക്കണോമിക് സിസ്റ്റങ്ങളാണ് സോഷ്യലിസ്റ്റ് എക്കണോമികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉറപ്പായിട്ടും മാർക്കറ്റ് അല്ല കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത്. ജനങ്ങൾ എന്താവശ്യപ്പെടുന്നു അതല്ല മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. ജനങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഇന്ന സാധനങ്ങൾ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതല്ല നിങ്ങൾക്ക് മാർക്കറ്റ് കിട്ടുക. പകരം അവിടെ ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ട്. ഈ രാജ്യങ്ങളുടെ സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ പ്രത്യേകത, അവിടെ ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ട്. ആ സെൻട്രൽ അതോറിറ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഗവൺമെന്റ് എന്ന് വിളിക്കാം. ഈ ഗവൺമെന്റ് ആണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്തൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസസ് രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എന്തൊക്കെ ഗുഡ്സ് ജനങ്ങളുടെ അടുത്ത് എത്തിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്ന ഗവൺമെന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെൻട്രൽ അതോറിറ്റി ഉള്ള രാജ്യങ്ങളാണ് സോഷ്യലിസ്റ്റ് എക്കണോമി. അതുകൊണ്ട് ഇതിനെ സെൻട്രലൈസ്ഡ് എക്കണോമി എന്ന് വിളിക്കാം. മനസ്സിലായല്ലോ? കേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥ, ഒരു കേന്ദ്രത്തിലോട്ട്, ഗവൺമെന്റിലോട്ടാണ് എല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവിടെ അല്ലാതെ മാർക്കറ്റിൽ ജനങ്ങൾ എന്താവശ്യപ്പെടുന്നു അതല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗവൺമെന്റ് എന്ത് തീരുമാനിക്കുന്നു അതാണ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിലോട്ട് എത്തിക്കുന്നത്. ഇനി ഇവിടുത്തെ പ്രത്യേകതയാണ് പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം 5 ഇയർ പ്ലാൻസിനെ പറ്റി നമ്മൾ കേട്ടിട്ടില്ലേ. 5 ഇയർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച, ഡെവലപ്മെന്റ് എല്ലാം തന്നെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നു. അടുത്ത 5 വർഷത്തേക്ക് നമ്മുടെ രാജ്യം എങ്ങനെയായിരിക്കണം വളരാനുള്ളത്, ഏതൊക്കെ മേഖലകളിലാണ് വളരാനുള്ളത്, എന്തൊക്കെ സാധനങ്ങളാണ് ഉൽപ്പാദിപ്പിക്കാനുള്ളത്, നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നു. അത് മാർക്കറ്റ് എക്കണോമിയിൽ പോസിബിൾ ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മാർക്കറ്റ് എക്കണോമി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് ജനങ്ങൾ കൂടുതൽ വേറെ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നു, അതിനനുസരിച്ച് കൂടുതൽ മറ്റ് സാധനങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രൊഡക്ഷനൊക്കെ ഇവിടെ മാറും. പക്ഷേ എന്നാൽ പ്ലാന്റ് എക്കണോമിയുടെ പ്രത്യേകത ഇവിടെ മാർക്കറ്റ് അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഗവൺമെന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് നേരത്തെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. പ്ലാനിങ് എന്ന് പറയുന്നത് ഈ ഒരു സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ ഒരു ഫീച്ചറാണ് പ്ലാനിങ്. അതുകൊണ്ട് തന്നെ പ്ലാനിങ് നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെ സോഷ്യലിസ്റ്റ് എക്കണോമിനെ നമുക്ക് എന്തെന്ന് പറയാം? സെൻട്രലി പ്ലാൻഡ് എക്കണോമി എന്ന് പറയാം. അവിടെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്താണ് നടപ്പിലാക്കുന്നത്. അല്ലെങ്കിൽ നോൺ മാർക്കറ്റ് എക്കണോമി, അതായത് അവിടെ മാർക്കറ്റ് അല്ല, ഗവൺമെന്റ് ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മാർക്കറ്റ് അല്ല തീരുമാനിക്കുന്നത്, ഗവൺമെന്റ് ആണ് കാര്യങ്ങൾ തീരുമാനം. അപ്പോൾ ഗവൺമെന്റ് ഒരു സെൻട്രൽ അതോറിറ്റി. അപ്പോൾ അവിടെ ഫ്രീഡം ഓഫ് ചോയ്സ് വളരെ കുറവാണ്. ലെസ് ഫ്രീഡം ഓഫ് ചോയ്സ് ആണ് എവിടെയുള്ളത്? സോഷ്യലിസ്റ്റ് എക്കണോമിയിലുള്ളത്. ഇനി ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കൂടുതലും വെൽഫെയറിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുക. വെൽഫെയർ അല്ലെങ്കിൽ സർവീസ് മോട്ടീവ്, ജനങ്ങൾക്ക് സേവനം കൊടുക്കുക അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിനേക്കാൾ അപ്പുറം ഗവൺമെന്റിന് ജനങ്ങളെ സേവിക്കുക, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ സ്ഥാപനങ്ങളുടെ ഉദ്ദേശം. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എന്തുണ്ട്? ഇവിടെ ഇക്വാലിറ്റി അല്ലെ, സമത്വം. പൈസ ഉള്ളവനും ഇല്ലാത്തവനും അവിടെ എന്ത് ചെയ്യാൻ പറ്റും? സാധനങ്ങൾ മേടിക്കാനുള്ള ഒരു അവസരമുണ്ട്. നമ്മൾ റേഷൻ കടകളൊക്കെ ഉള്ളത് ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ളതല്ലേ. ഗവൺമെന്റ് പറയുന്നുണ്ട് പൈസ ഇല്ലാത്തവർക്കും സൗജന്യമായിട്ട് അരിയും ഭക്ഷ്യധാന്യങ്ങളും നമ്മൾ എത്തിക്കും. എന്നാൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് അങ്ങനെ ചെന്ന് പൈസ ഇല്ല എന്ന് പറഞ്ഞ് സാധനങ്ങൾ മേടിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്നാൽ റേഷൻ കടയിൽ നിങ്ങൾക്ക് അത് പറ്റും. കാരണം ഗവൺമെന്റ് ആണ് ആ റേഷൻ കടകൾ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു റേഷൻ കടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന പോലെ ഒരു സോഷ്യലിസ്റ്റ് എക്കണോമി ആയിട്ടും എന്നാൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ആയിട്ട് നിങ്ങൾക്ക് ഒരു സൂപ്പർ മാർക്കറ്റിനെ എടുക്കാം. സൂപ്പർ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് അല്ലേ, ആണല്ലോ. ആ സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം, ഫ്രീഡം ഓഫ് ചോയ്സ്, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ പേ ചെയ്യണം. നിങ്ങൾക്ക് പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു വരുമാനം കുറഞ്ഞ ആളാണെങ്കിൽ, വരുമാനം കൂടിയ ആളാണെങ്കിൽ സെയിം എമൗണ്ട് പേ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സാധനം കിട്ടത്തുള്ളൂ. വരുമാനം ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പൈസ അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സാധനം മേടിക്കാൻ പറ്റുള്ളൂ. കാരണം കമ്പനിയുടെ ഉദ്ദേശം എന്താ? ലാഭമാണ്. എന്നാൽ ഇവിടെ സോഷ്യലിസത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഷൻ കടയിൽ ചോയ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് പൈസ ഇല്ല എന്നുണ്ടെങ്കിലും റേഷൻ മേടിക്കാനുള്ള അവസരം ഗവൺമെന്റ് ഒരുക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചാണോ റേഷൻ കടയിൽ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതല്ല. ഗവൺമെന്റ് പറയുന്നു ഇത്തവണ അരിയും ഗോതമ്പൊക്കെ നിങ്ങൾക്ക് തരുന്നു, അത് വാങ്ങിച്ചുകൊണ്ട് പോവുക. എന്നാൽ സൂപ്പർ മാർക്കറ്റിലാണെങ്കിലോ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ ലഭ്യമാണ്. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന ആരാ? ഗവൺമെന്റ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. USSR, പണ്ടത്തെ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഉണ്ടല്ലോ, USSRും ചൈനയൊക്കെ സോഷ്യലിസ്റ്റ് എക്കണോമിക്ക് എക്സാമ്പിൾസ് ആണെന്ന് നമുക്ക് പറയാം. നമുക്ക് മനസ്സിലായി. ഇത് രണ്ടും നോക്കിയപ്പോൾ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ടല്ലേ, കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ട്, അതുപോലെ തന്നെ ഗുണങ്ങളും ഉണ്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല സമ്പദ് വ്യവസ്ഥകളും ഈ രണ്ട് എക്സ്ട്രീം
ഐഡിയാസും അല്ല ഫോളോ ചെയ്യുന്നത്. പകരം മിക്ക സമ്പദ് വ്യവസ്ഥകളും ഇന്നൊരു മിക്സഡ് എക്കണോമിയാണ് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുക. മിക്സഡ് എക്കണോമി എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് ഉൾക്കൊള്ളുന്ന എക്കണോമീസിനെയാണ് നമ്മൾ മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. അതിനകത്ത് ക്യാപിറ്റലിസവും ഉണ്ട്, സോഷ്യലിസവും ഉണ്ട്. ഇന്ത്യ ഒരു മിക്സഡ് എക്കണോമിക്ക് ഉദാഹരണമാണ്. ഓക്കെ, അതിനകത്ത് കോ എക്സിസ്റ്റൻസ് ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ, അതിനകത്ത് പൊതുമേഖലയും വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്വകാര്യ മേഖലയും വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇന്ത്യയുടെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ ബോത്ത് പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് സ്കൂളുണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, റേഷൻ കടകളുണ്ട്, സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി KSRTC ഉണ്ട്, പ്രൈവറ്റ് ബസ് ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ട്, അതുപോലെ സ്വകാര്യ സ്ഥാപനങ്ങളും കാണാൻ പറ്റും. അതുകൂടാതെ PPPയും കാണാൻ പറ്റും, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അല്ലേ. ഗവൺമെൻറ്റിൻ്റെയും സ്വകാര്യ വ്യക്തികളുടെയും ഒരുമിച്ചുള്ള പങ്കാളിത്തത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ സിയാൽ എടുത്ത് നോക്ക് അല്ലെ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, അതൊരു PPP മോഡലാണ്. ഇനി നമ്മൾ റോഡുകൾ നിർമ്മിക്കുന്ന, ഹൈവേ നിർമ്മിക്കുന്നത് ഗവൺമെന്റിന് വേണ്ടി സ്വകാര്യ വ്യക്തി സ്ഥാപനങ്ങളാണ് നിർമ്മിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗവൺമെന്റും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുമിച്ചുള്ള പാർട്ണർഷിപ്പിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും മിക്സഡ് എക്കണോമിയിലെ പ്രത്യേകതകളാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി നമ്മളിവിടെ ക്യാപിറ്റലിസത്തിന്റെ എക്സാമ്പിൾ US, UK, കാനഡ, അതുപോലെ സോഷ്യലിസത്തിന് ചൈന എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവരാരും ഇപ്പോൾ എക്സ്ട്രീം ക്യാപിറ്റലിസമോ അല്ലെങ്കിൽ എക്സ്ട്രീം സോഷ്യലിസമോ ഫോളോ ചെയ്യുന്നില്ല. പല രാജ്യങ്ങളും ഇന്നൊരു മിക്സഡ് എക്കണോമി ആയിട്ട് മാറിക്കഴിഞ്ഞു. കാരണം US എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റാണ് കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നെങ്കിൽ പോലും US എന്തുണ്ട്, ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മാർക്കറ്റിൽ അല്ലേ. ഗവൺമെന്റ് കൃത്യമായിട്ട് ഗവൺമെന്റും അവിടുത്തെ US ഫെഡറൽ റിസർവ് എന്ന് വെച്ചാൽ US കേന്ദ്ര ബാങ്ക് അവർ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. അപ്പോൾ ഒരു എക്സ്ട്രീം ഫോം ഓഫ് ക്യാപിറ്റലിസവും സോഷ്യലിസവും ലോകത്ത് നിന്ന് ഇല്ല എന്ന് തന്നെ പറയാം. പല രാജ്യങ്ങളും എന്തിലോട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു, മിക്സഡ് എക്കണോമിയിലോട്ട്, ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയിലോട്ട് മാറിയിരിക്കുന്നു. ഇന്ത്യ ഒരു മിക്സഡ് എക്കണോമിയാണ്. നമുക്ക് അതുകൊണ്ടാണ് ഇന്ത്യയിലെ പ്ലാനിങ് ഉള്ളത് 5 ഇയർ പ്ലാൻസ് അല്ലേ. നമുക്കറിയാം 1951 മുതൽ 2017 വരെ ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നു, 5 ഇയർ പ്ലാൻസ് ഉണ്ടായിരുന്നു. 12 5 ഇയർ പ്ലാൻസ് ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് 5 ഇയർ പ്ലാൻസ് ഇല്ല. ഇന്ത്യ നമുക്കറിയാം പ്ലാനിംഗ് കമ്മീഷൻ വരുന്ന സമയത്ത് ഇന്ത്യ ഒരു മിക്സഡ് എക്കണോമിയാണ്. ഇന്ത്യ അന്നും മിക്സഡ് എക്കണോമിയാണ്, ഇന്നും മിക്സഡ് എക്കണോമി ആയിരുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യമുണ്ട്, ഒരു 1991 പ്രത്യേകത എന്താ, ഇന്ത്യയിൽ ഒരു LPG റിഫോംസ് വരുന്നുണ്ടല്ലോ, ഒരു ന്യൂ എക്കണോമിക് റിഫോംസ്. അന്ന് വരെ 1991 വരെ ഇന്ത്യയിൽ ഗവൺമെന്റിന്റെ റെഗുലേഷൻസ്, അതിനെപ്പറ്റി നമ്മൾ ഈ LPG റിഫോംസ് ഒക്കെ പിന്നീട് നോക്കാം നമുക്ക്. എന്നിരുന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുക, LPG റിഫോംസ് എന്ന് പറയുമ്പോൾ 1991 വരെ ഇന്ത്യയിൽ ഗവൺമെന്റ് റെഗുലേഷൻസ് എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അതായത് ഈ പറയുന്ന കണക്ക് ഇവിടെ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിലോ, വിദേശത്തുനിന്ന് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിലോ, വിദേശത്തുനിന്ന് ഒരാൾ ഇവിടെ ഒരു പുതിയ സ്ഥാപനം തുടങ്ങണമെങ്കിലോ എല്ലാം തന്നെ, അതുപോലെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ, ഇമ്പോർട്ട് ചെയ്യുന്നതിൽ ഒക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് വളരെ കൂടുതലായിരുന്നു. പക്ഷെ എന്നിരുന്നാലും പ്രൈവറ്റ് എന്റർപ്രൈസുകളെ ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നു. അപ്പോൾ നമ്മളൊരു മിക്സഡ് എക്കണോമി ആയിരുന്നെങ്കിലും അലൈൻ ടുവേർഡ്സ് ഒരു സോഷ്യലിസത്തോട് ചായ്വുള്ള മിക്സഡ് എക്കണോമി ആയിരുന്നു 1991 മുന്നേ ഇന്ത്യ. ഒരു സോഷ്യലിസത്തോട് ചേർന്ന് നിന്ന ഒരു നെഹ്റു, നമുക്കറിയാം ഒരു നെഹ്റു ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാലം മുതൽ 1991 വരെ ഇന്ത്യ എന്ന് പറയുന്നത് മിക്സഡ് എക്കണോമി ആയിരുന്നു. പക്ഷെ ഒരു സോഷ്യലിസത്തോട് ചായ്വുള്ള മിക്സഡ് എക്കണോമി ആയിരുന്നു. പക്ഷെ 1991 ശേഷം ഇന്ത്യയിൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി, ഒരു എക്കണോമിക് ക്രൈസിസ് ഉണ്ടാകുന്നു, ഒരു BOP ക്രൈസിസ്. ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടമെടുക്കുന്ന കൂടുന്നു, ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങൾക്ക് കൂടുതൽ പൈസ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. ഇന്ത്യയിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ഗവൺമെന്റിന്റെ കടം വാങ്ങിച്ച അതൊരു ബാധ്യത, ഫിസ്ക്കൽ ഡെഫിസിറ്റ് നമ്മൾ പിന്നെ നോക്കുന്നു. ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ഗവൺമെന്റ് ബോറോയിങ്സ് വലിയ രീതിയിൽ കൂടുന്നുണ്ട്. അതുപോലെ രാജ്യത്ത് ഇൻഫ്ലേഷൻ, വലിയ രീതിയിൽ വിലക്കയറ്റം വരുന്നുണ്ട്. അങ്ങനെ വലിയൊരു എക്കണോമിക് ക്രൈസിസ്, ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് 1990 സമയത്ത് ഉണ്ടാകുന്നു. അപ്പം അത് മറികടക്കാനാണ് 1991 എക്കണോമിക് റിഫോംസ് ഇന്ത്യ അനൗൺസ് ചെയ്യുന്നത്. നമുക്കറിയാം മൻമോഹൻ സിംഗ് എന്ന ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു, നരസിംഹറാവു നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് IMFന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി ഇന്ത്യ എന്ത് ചെയ്യുന്നു, ഒരു LPG റിഫോംസ് അനൗൺസ് ചെയ്യുന്നു. അതിനുശേഷം ഇന്ത്യൻ ഗവൺമെന്റ് ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രിക്റ്റ് നിയന്ത്രണങ്ങൾ, റെഗുലേഷൻസ് ഉണ്ടല്ലോ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അത് പതിയെ നമ്മൾ ലിബറലൈസ് ചെയ്യുന്നു, അയവ് വരുത്തുന്നു. മനസ്സിലായല്ലോ, ലിബറലാക്കി കൊടുക്കുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. അതായത് വിദേശത്ത് നിങ്ങൾക്ക് ഇവിടെ നിക്ഷേപം നടത്താം, അതുപോലെ തന്നെ ഇവിടെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് കുറയ്ക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ 1991 ശേഷം ഇന്ത്യ കുറച്ചും കൂടി ഒരു ക്യാപിറ്റലിസത്തോട് ചായ്വുള്ള ഒരു മിക്സഡ് എക്കണോമി ആയിട്ട് മാറുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം 1991 മുന്നേ ഒരു പ്രീ ലിബറലൈസേഷൻ പീരീഡും
പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡ്. വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു പ്രീ ലിബറലൈസേഷൻ പീരീഡിൽ ഇന്ത്യ ഒരു മിക്സഡ് എക്കണോമി ആയിരുന്നു, പക്ഷെ അലൈൻ ടുവേർഡ്സ് സോഷ്യലിസം. എന്നാൽ 1991 ശേഷം ഇന്ത്യ മിക്സഡ് എക്കണോമി തന്നെയാണ്, പക്ഷെ ഒരു ക്യാപിറ്റലിസത്തോട് ചായ്വ് കാണിക്കുന്ന ഒരു മിക്സഡ് എക്കണോമി ആണ് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കും. ഇനി നമ്മൾ പഠിച്ച പ്രകാരമുള്ള 2 ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ചെയ്യാനുള്ളത് ഇതിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ, ഇത് കഴിഞ്ഞ് വരുന്ന അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നോക്കിയ ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ മിക്സഡ് എക്കണോമി? താഴത്തെ നിന്നുള്ള ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് മിക്സഡ് എക്കണോമിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? കോ എക്സിസ്റ്റൻസ് ഓഫ് ലാർജ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, ദെൻ highest contribution of the industrial sector and service sector in the economy, the existence of both private and public sectors, equal participation of central and state in economic planning and development. Answer comment ഇട ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, if labor is cheaper than capital, more labor intensive method of production will used and vice versa. അതായത് ലേബർ ആണ് ക്യാപിറ്റലിനെക്കാളും തൊഴിലാളികൾ, 2 ടെക്നിക്സ് ഉണ്ടെന്ന് അറിയാലോ, കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാ, ലേബർ ഇൻറ്റൻസീവും ക്യാപിറ്റൽ ഇൻറ്റൻസീവും. അപ്പോൾ തൊഴിലാളികളെ ഒരു ബിസിനസ്സിൽ അപ്പോയിന്റ് ചെയ്യുന്നതാണ് ചീപ്പെങ്കിൽ, ലാഭമെങ്കിൽ നമ്മൾ പ്രൊഡക്ഷനായിട്ട് തൊഴിലാളികൾ അപ്പോയിന്റ് ചെയ്യുന്നു. എന്നാൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെഷീൻസ് ഒക്കെ കൊണ്ടുവരുന്നതാണ് ലാഭമെങ്കിൽ നമ്മൾ തൊഴിലാളികളെ മാറ്റി മെഷീൻസ് കൊണ്ടുവരും. ഇത് ഏത് തരം സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതയാണ്? മിക്സഡ് എക്കണോമി ആണോ, ക്യാപിറ്റലിസ്റ്റ് ആണോ, സോഷ്യലിസ്റ്റ് ആണോ, ഇൻഡിപെൻഡന്റ് എക്കണോമി ആണോ, ഏതാണെന്നുള്ളതെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഇതിന് രണ്ടിനും എന്ത് ചെയ്യണം? ആൻസർ എന്ന് കമന്റ് ചെയ്യണം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ആൻസേഴ്സ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. സോ അപ്പോൾ ഈ ഒരു ക്ലാസ് 4ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ബാക്കി ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടിട്ട് വരിക. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗം ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും താങ്ക് യു.